പോപ്പ് ഫ്രാൻസിസിന്റെ കബറടക്ക ചടങ്ങുകൾ ആരംഭിച്ചു. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ജനപ്രവാഹം 170 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയാണ്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പോപ്പ് ഫ്രാൻസിസിന് ലോകം വിട നൽകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഓർത്തെടുക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. ഒരു പതിറ്റാണ്ടിലേറെ ആഗോള കത്തോലിക്ക സഭയെ നയിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കകത്തും കാലോചിതമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നെടുത്തു പറയേണ്ടത് തന്നെയല്ലേ? തീർച്ചയായും കാലോചിതമായ നിരവധി പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സഭാ മേലധ്യക്ഷൻ കൂടിയായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കേരളത്തിൽ നിന്നുള്ള ക്ലീമീസ് മെത്രാപ്പൊലീത്ത ക്ലീമീസ് ഭാവയും അതുപോലെ തന്നെ ഫ്രാൻസിസ് തട്ടിൽ പിതാവും എല്ലാം തന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ദൃശ്യങ്ങളിൽ. അവരെല്ലാം തന്നെ കേരളത്തിൽ നിന്ന് എത്തിയവരാണ്. അതുപോലെ തന്നെ മറ്റു പ്രതിനിധികളും നിരവധിയായ പ്രതിനിധികൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിന് മുന്നിൽ മുഴുവനും വലിയൊരു ജനക്കൂട്ടം തന്നെ എത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മുന്നിൽ കാണുന്ന ഓരോ പുരോഹിതന്മാരും അതുപോലെ തന്നെ തുടർന്നങ്ങോട്ട് സാധാരണ വിശ്വാസികളുടെയും വലിയൊരു നിര തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വൻതോതിലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. കർദിനാൾമാരുടെ ഡീൻ ഓഫ് കോളേജിന്റെ കർദിനാൾ കോളേജിന്റെ ഡീനിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ മാറ്റങ്ങൾ നിരവധി കൊണ്ടുവന്ന ഒരു പോപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പല നീക്കങ്ങളും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ ഈ കാണാൻ സാധിക്കുന്നുണ്ട്. ട്രംപിനെയും അതുപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോണിനെയൊക്കെ അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ലോക നേതാക്കളെല്ലാം തന്നെ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകം മുഴുവനും അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ നീക്കങ്ങൾ നടത്തിയ ഒരു പോപ്പ് ആയിരുന്നു. അതായത് നമുക്കറിയാവുന്നതാണ്, ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കർശന നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയവർക്ക് മാപ്പ് നൽകണമെന്ന ഒരു നിർദ്ദേശം പുരോഹിതന്മാർക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടക്കുന്ന ഇത്തരത്തിലുള്ള ഏറ്റുപറയുന്ന വേളകളിലെല്ലാം തന്നെ അതിനെ മാപ്പ് നൽകണം എന്ന നിർദ്ദേശം നൽകിയതിലൂടെ മനുഷ്യത്വപരമായ ചില സമീപനങ്ങൾ അദ്ദേഹം സ്വീകരിക്കുമ്പോൾ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരെ അതിക്രമങ്ങൾ നടത്തുന്ന പുരോഹിതരെ പോലും കർശനമായി ശിക്ഷിക്കണമെന്ന നിലപാട് അതേസമയം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു പോപ്പ് കൂടിയായിരുന്നു. മനുഷ്യസ്നേഹിയായ ഒരു പോപ്പ്, മനുഷ്യത്വഹീനമായ എല്ലാ പ്രവർത്തനങ്ങളെയും അതിശക്തമായി എതിർത്തിരുന്ന ഒരു മാർപ്പാപ്പ. അതായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഘടകം എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. മറ്റൊരു സുപ്രധാന വിഷയം, അദ്ദേഹം ഇടപെട്ട വിഷയത്തിൽ യുദ്ധത്തിനെതിരായ നിലപാടുകൾ അതിശക്തമായി സ്വീകരിക്കുന്ന ഒരു സമീപനം അദ്ദേഹം പിന്തുടരുന്നു എന്നത് ഒരു വസ്തുതയായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. യുദ്ധത്തിനെതിരായി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുക, യുക്രൈൻ യുദ്ധത്തിലെ കാര്യത്തിലായാലും അതുപോലെ തന്നെ അനുബന്ധ ഈ കാലഘട്ടത്തിലുണ്ടായ യുദ്ധത്തിന്റെയും അതിക്രമങ്ങളുടെയും എല്ലാം തന്നെ എതിർദിശയിൽ ഒരു വിമർശനത്തിന്റെ തേരാളിയായി നിന്ന അല്ലെങ്കിൽ വിമർശനത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ച ഒരു വിമർശന സഖ്യത്തിന്റെ മുന്നിൽ നിന്ന ഒരു പോപ്പ് കൂടിയായിരുന്നു അദ്ദേഹം എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പോപ്പ് ഫ്രാൻസിസിന്റെ ഖബറടക്ക ചടങ്ങുകൾ ആരംഭിച്ചു. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ജനപ്രവാഹം 170 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തിൽ പരം ആളുകളാണ് പോപ്പ് ഫ്രാൻസിസിന്റെ ഖബറടക്ക ചടങ്ങിൽ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും പേരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ഐസണിലേക്ക് വീണ്ടും. ഐസൺ, ഏകദേശം 2 ലക്ഷത്തോളം സാധാരണക്കാരായ ജനങ്ങളാണ് അവിടെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ പോപ്പ് ഫ്രാൻസിസിന് അന്ത്യയാത്രയാകാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം വിവിധ ലോക രാജ്യങ്ങളുടെ നേതാക്കളും, പ്രത്യേകിച്ച് US പ്രസിഡന്റ്, ഫ്രഞ്ച് പ്രസിഡന്റ്, അതോടൊപ്പം UN പ്രതിനിധികൾ, യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ, ഇങ്ങനെ ഒരു വലിയ സമൂഹം തന്നെ അദ്ദേഹത്തിന് യാത്ര നൽകാനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലേ? തീർച്ചയായും ലോക നേതാക്കളെല്ലാം തന്നെ യാത്രയപ്പിനായി എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടവും നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം മാർപ്പാപ്പയായി അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം ചെയ്ത നിർണായകമായ പല നീക്കങ്ങളുണ്ട്. അത്തരത്തിലുള്ള നിർണായകമായ നീക്കങ്ങളുടെ ഭാഗമായി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ നിരവധിയായ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ലോകം മുഴുവനും വൻ സ്വീകാര്യത
ലഭ്യമായത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യുദ്ധത്തിനെതിരായ നിലപാടുകൾ, മനുഷ്യത്വഹീനമായ നിലപാടുകൾക്കെതിരായ കർശനമായ നീക്കങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവുക. അത്തരത്തിൽ നമുക്കറിയാം, അവസാനമായി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന സമയങ്ങളിൽ തമ്മിൽ ഭേദപ്പെട്ടവരെ നിങ്ങൾ തെരഞ്ഞെടുക്കുക എന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്ക പോലുള്ള വലിയൊരു രാഷ്ട്രത്തിന്റെ തെരഞ്ഞെടുപ്പിനെ പോലും നീതിയുടെ വാതിലിലൂടെ അല്ലെങ്കിൽ നീതിയുടെ ആശയങ്ങളിലൂടെ നോക്കിക്കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉറച്ച മനസ്സോടെ അക്കാര്യത്തിൽ നിലപാടെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഏറെ പ്രാധാന്യമറിയിക്കുന്ന വിഷയം. ശരി.